തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും ആവേശമുള്ള സാന്നിധ്യം. പക്ഷേ തമിഴക രാഷ്ട്രീയത്തിൽ എത്രത്തോളം വിജയത്തിലെത്താൻ വിജയിന് കഴിയും എന്നുള്ളത് ഇപ്പോൾ രാഷ്ട്രീയ ഉപശാലകളിൽ ചർച്ചാ വിഷയമാണ്. തമിഴകത്തിൽ സിനിമയിൽ നിന്നെത്തി രാഷ്ട്രീയത്തിൽ ആദ്യം വിജയിച്ചത് MGR ആണ്. തുടർന്ന് ജയലളിതയും. വൻ വിജയമായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനം. ആ രാഷ്ട്രീയ പ്രവേശനത്തിന് താങ്ങും തണലുമായത് സിനിമ തന്നെയായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന വിജയകാന്ത് ആദ്യമൊക്കെ വെറും 3% വോട്ടിൽ ഒതുങ്ങിയിട്ട് 8%, 10% വരെ എത്തി ചെറിയ തിളക്കങ്ങളൊക്കെ കാണിച്ച് പുറത്തുപോയി. പിന്നാലെ വന്നത് കമലഹാസനാണ്. വളരെ ആവേശത്തിരയിളക്കി വളരെ പ്രതീക്ഷയോടുകൂടി വന്ന കമലഹാസന് എന്നാൽ 4% താഴെ വോട്ട് നേടാൻ മാത്രമേ തമിഴകത്ത് സാധിച്ചു. ഇപ്പോൾ വളരെ വലിയ പിന്തുണയോടുകൂടി ജനപിന്തുണയോടുകൂടി എത്തുന്നു ജോസഫ് വിജയ് എന്ന വിജയ്. ഇവിടെ ഈ പിന്തുണ എത്ര ശതമാനം വോട്ടാക്കി മാറ്റാൻ കഴിയും? വിജയിക്കാൻ കഴിയുമോ? വിജയ് പിടിക്കുന്ന വോട്ടുകൾ തമിഴക രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നന്മാരായ AIDMKയും DMKയും എത്രത്തോളം ബാധിക്കും? അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമോ? ഒരു തുടർ ഭരണത്തിന് ആഗ്രഹിച്ച് മുന്നേറുന്ന DMKയ്ക്ക് ഇതെത്രത്തോളം തിരിച്ചടിയാകും? അധികാരത്തിലേറാൻ വെമ്പി നിൽക്കുന്ന DMKയെ സംബന്ധിച്ച് വിജയ് പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ദോഷം ചെയ്യും? ഇതിനൊക്കെ കണക്ക് പറയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതുവരെ കാത്തിരിക്കുകയേ നിവർത്തിയുള്ളൂ. കാരണം വിജയിനെ സംബന്ധിച്ച് തമിഴക രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണാനിരിക്കുന്നേയുള്ളൂ. സ്റ്റാലിൻ നയിക്കുന്ന DMK സഖ്യത്തെയും എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന AIDMK NDA സഖ്യത്തെയും വെല്ലുവിളിക്കാൻ വിജയിനെ കൊണ്ടാകുമോ എന്നുള്ള ചോദ്യം പരക്കെ ഉയരുന്നുണ്ട്. പക്ഷേ വിജയിന്റെ റാലികളിൽ നിരക്ക് ജനമാണ് കാണുന്നത്. ആവേശ തിരയിളക്കം പോലെ ജനത്തിന്റെ കൂട്ടമാണ് കാണുന്നത്. പക്ഷേ റാലികളിൽ എത്തുന്നവർ നടനെ കാണാനാണ്, താരത്തെ കാണാനാണ് എത്തുന്നതെന്നും ഈ എത്തുന്ന ജനങ്ങളിൽ പകുതിയോളം 18 വയസ്സ് പോലും തികയാത്തവരും കൊച്ചു കുട്ടികളുമാണ് എന്നുള്ളതാണ് എതിർ പാർട്ടികളുടെ പരിഹാസം. ഞങ്ങൾക്ക് വോട്ട് പോകും എന്നുള്ള പേടിയില്ല, കാരണം വോട്ടിടാനുള്ള ആളുകൾ ഈ റാലിയിലില്ല എന്ന് പരിഹസിക്കുന്ന AIDMK സഖ്യത്തെയും DMKയും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ആരും ക്ഷണിക്കാതെ യാതൊരു വിളിച്ചുകൂട്ടലുമില്ലാതെയാണ് ഈ ജനം താരഷോയ്ക്ക് മുന്നിൽ റോഡിലേക്ക് ഇറങ്ങുന്നത്. ആരും വിളിച്ചുകൂട്ടാതെ കൃത്യമായ സംഘടനാ പാഠവും പോലും ഇല്ലാതെയാണ് ഈ ജനം ഈ റോഡ് ഷോകളിൽ തടിച്ചുകൂടുന്നത്. വിജയ് എത്തിക്കഴിഞ്ഞാൽ DMKയെ കുറിച്ചുള്ള തെറ്റുകൾ, കുഴപ്പങ്ങൾ അക്കമിട്ട് നിരത്തി